അയ്യോ 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 സാർ, ഇവന്റെ കയ്യിൽ നിന്ന് തൊണ്ടിയായിട്ട് പിടിച്ചത് 14 കരിക്ക. അതിലൊന്നാ സാർ ഇപ്പൊ വെട്ടിക്കുടിച്ചത്. FIR എങ്ങനെ എഴുതേണ്ടത്? 13 പിടിച്ചൊന്ന് എഴുതിയാ മതി. അല്ല 13 അല്ല 12 എഴുതിയാ മതി. ഇനിയും പലരും നിന്ന് തുള്ളാനുള്ളതാ. അയ്യോ അയ്യോ ഞാൻ പറയുന്നവരെ തുള്ളിക്കോണം. അയ്യോ തുള്ളടാ സാറേ. അയ്യോ 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 ഈശ്വരാ. അയ്യോ അയ്യോ ഈശ്വര, എന്താ ഈ പറയുന്നേ? അമ്മ പ്രീതിയുടെ ആഭരണം മോഷ്ടിച്ചെന്നോ? അതിന്റെ പേര് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയെന്നോ? പിള്ളച്ചേട്ടൻ അറിയാലോ, പ്രീതി ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്റെ അമ്മ കാരണമാ. അമ്മയ്ക്ക് എന്തിനാ അവളുടെ ആഭരണം? അങ്ങനെ കട്ട് മോഷ്ടിച്ചും ജീവിക്കാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? കുഞ്ഞെ, ഇതൊക്കെ എനിക്കറിയാം. എനിക്കെന്നല്ല എല്ലാവർക്കും അറിയാം. പക്ഷെ ചില സമയത്ത് ചിലരുടെ കണ്ണു മൂടിപ്പോവും. ആരുടെ കണ്ണു മൂടുന്ന? സത്യാമ്മയുടെയോ? ഈ പറഞ്ഞ സത്യാമ്മയാണല്ലോ പ്രീതിയുടെ പ്രസവം എടുത്തപ്പോ അമ്മയെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞത്. സംഗതി സത്യാമ്മയുടെയും കൈവിട്ട് പോയെന്ന് പറയാം. ചതിയാ നടന്നത്. സുസ്മിത എടുപിടിയെന്ന് പോലീസിനെ വിളിച്ചു. അവൾക്കെന്തോ ചെയ്തു തീർക്കാനുള്ളതുപോലെ. രാഘവൻ സാറിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അമ്മയുടെ പിടിപ്പ് കിടന്ന് പറഞ്ഞാ മതിയല്ലോ. അവരുമായിട്ട് അധികം അടുപ്പം വേണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. അവരൊക്കെ പഞ്ചകൈലാസത്തിലേക്ക് പോയപ്പോ സത്യാമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ലേ അമ്മ എവിടെ വന്നിന്നെ. അതിനുള്ള കൂലി കിട്ടി. മോളെ, നടക്കാനുള്ളതൊക്കെ നടന്നു. ഇനി അതേപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. മുന്നോട്ട് എന്താ ചെയ്യാൻ കഴിയുന്നെന്ന് നോക്കാം. മുന്നോട്ട് എന്ത് ചെയ്യാനാ രാജ് ചേച്ചി? അമ്മയാണെങ്കിൽ ലോക്കപ്പില്. എന്തെങ്കിലും ചെയ്യാൻ ശേഷിയുള്ള വിഷ്ണുവേട്ടനും ശാലിയും പെരുവഴിയില. പെരുവഴിയെന്ന് വിചാരിക്കേണ്ട കുഞ്ഞെ, വിഷ്ണുമോന് ജീവനുണ്ടെങ്കിൽ ശാരദമ്മയെ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരും. വല്യേച്ചി, ഇതാരാ? വിഷ്ണു ആശാനോ? ശാരദാമ്മയൊന്ന് കാണണമായിരുന്നു. അതിനെന്താ ആശാനെ, അവിടെ പറഞ്ഞാ മതി.
മേൽപ്പടി വകകൾ എന്റെ തെങ്ങിൻ പറമ്പിൽ നിന്നും മോഷണം പോയതാണെന്നും ശ്രീകുമാറെ, പ്രതി ദിവാകരൻ മോഷ്ടിച്ച തൊണ്ടി മുതൽ ഞാൻ കണ്ടു ബോധിച്ചിട്ടുള്ളതാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. ശ്രീകുമാറെ, ഹ, ഒന്നവിടെ നിൽക്കടും. ഒരു ജോലി ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഡോ, വിഷ്ണുട്ടാ വേണ്ട. ആ, തന്റെ വീട്ടുപേരെന്താന്നാ പറഞ്ഞ്? വാഗപ്പറമ്പിൽ വാഗപ്പറമ്പിൽ ദിവാകരൻ. ദിവാകരൻ. ദാ ഇവിടെ ഒരു ഒപ്പിട്ടേക്ക്. ഇവിടെയല്ലേ? ആ, അതെ. ഇനി എന്തെങ്കിലും ഉണ്ടോ സാറേ? ഹ, കള്ളനെ പിടിച്ചില്ലേ? പിടിച്ചു. ആ, തൊണ്ടി മുതലും കിട്ടിയില്ലേ? കിട്ടി. ആ ആ, എന്നാ പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ നോക്കിക്കോളാം. ഇയാള് പോയിക്കോ. ആ, ഇനി ഇയാളുടെ പ്രശ്നം എന്താന്ന് വെച്ചാ പറഞ്ഞു. ശ്രീകുമാറെ, എനിക്ക് ശാരദാമ്മയൊന്ന് കാണണം. ആ, ശാരദാമ്മയെന്ന് പറയുന്നത്, ഓ, ആ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതി. ആ ലോക്കപ്പിൽ കിടപ്പുണ്ട്, ചെന്ന് കണ്ടു. വിഷ്ണുട്ടാ സാറെന്താ അങ്ങനെ പെരുമാറിയത്? ആളെ മനസ്സിലായില്ലേ? സത്യഭാമയുടെ മകൻ വിഷ്ണു. ഹ, സത്യഭാമയുടെ മകനൊക്കെ പണ്ട്. ഇപ്പൊ അമ്മയും മകനായിട്ടുള്ള ബന്ധമൊക്കെ പിരിഞ്ഞതിന്റെ തെളിവായിട്ടായി ഇപ്പം അമ്മായിയമ്മ ഇവിടുത്തെ ലോക്കപ്പിൽ കിടക്കുന്നത്. സത്യഭാമയുടെ ലേവല്ലെങ്കിൽ ഇവനെയൊക്കെ പിന്നെ ആര് പേടിക്കാനാ? വെറും മുക്കാ ചക്രത്തിന്റെ ഗുണ്ട. ലോക്കപ്പിലിട്ട് 4 ചാമ്പിയാമ്പിയാലേ ഇവനൊക്കെ ആൾക്കാരെ ബഹുമാനിക്കാൻ പഠിക്കും. അവൻ എന്നെ വിളിച്ചു കേട്ടില്ലേ, ശ്രീകുമാർ എന്ന്. വിഷ്ണുട്ടൻ അത് കേട്ടില്ലേ? ലോകം അങ്ങനെയാ വിഷ്ണുട്ട. കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. വാ. അമ്മേ, മോളെ, അമ്മേ കരയാതമ്മ. കരയില്ലേ അമ്മ? ശാരദാമ്മ ജാമ്യത്തിലിറക്കാനാണ് ഞങ്ങൾ വന്നേ. മോനെ, ആ സിയെ അതിന് സമ്മതിക്കൊന്നും തോന്നുന്നില്ല. നമ്മളോടൊക്കെ പകയായ ആൾക്ക്. മോളെ, എന്നെ പോലീസ് കൊണ്ടുപോയതിനു ശേഷം സത്യമ്മയുടെ വീട്ടില് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല. അതൊന്നും പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങളോട്. ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തത്. അതിനെ ചൊല്ലി വിഷ്ണുമോനും സത്യാമ്മയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവരുത്. നിങ്ങൾ അമ്മയും മകനും ഒരു കാലത്തും പിരിയരുത്. മോളെ, നീയാ അത് ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവിനെ അവന്റെ കുടുംബത്തോട് ചേർത്ത് കൊണ്ടുപോകുന്നതാ ഒരു പെണ്ണിന്റെ മിടുക്ക്. പറഞ്ഞത് കേട്ടോ നീ? കേട്ടമ്മേ. അമ്മ, പോലീസുകാരെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? ഏയ്, ഇതുവരെ ഇല്ല.
മോഷണ കേസ് 414, അതിൽ തന്നെ ആഭരണ മോഷണം 86. അതൊക്കെ ഈ സ്റ്റേഷൻ പരിധിയിലുള്ളത്. മറ്റ് സ്റ്റേഷൻ പരിധികളിൽ നടന്ന സമാനമായ മോഷണ കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുക. തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതിയെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യേണ്ടി വരും. ആണായിരുന്നെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തത്ത പറയുന്ന പോലെ പറയിച്ചേനെ ഞാൻ. ഇതിപ്പോ പെണ്ണായി പോയില്ലേ. സുനിത, ഒന്ന് റെഡി ആയിക്കോ ചോദ്യം ചെയ്യാൻ. സർ, അമ്മ അത് ചെയ്തിട്ടില്ല. അയ്യോ, സാറെന്നോ? സഹദേവനെന്നാണല്ലോ മുമ്പ് വിളിച്ചോണ്ടിരുന്നത്. സഹദേവ, ഞങ്ങളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ശാരദമ്മോട് തീർക്കരുത്. നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലെന്നോ? ദാ, നിന്നോടൊക്കെ ദേഷ്യവും പകയും ഉള്ളൂ. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാ. ദേഷ്യവും പകയൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ ഉള്ളതല്ലടാ, അത് വീട്ടിൽ തീർക്കാനുള്ളതാ. പിന്നെ ശാരദാമ്മയുടെ കാര്യം, ഒരു കുറ്റവാളിയെ കൈ കിട്ടിയിട്ട് അവര് ചെയ്ത കുറ്റകൃത്യങ്ങൾ മുഴുവൻ തെളിയിച്ചില്ലെങ്കിൽ അത് CI സഹദേവന് കുറച്ചിലാന്നേ. ആഭരണ മോഷണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പിന്നിൽ ഒരു വമ്പൻ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. സാർ, എന്ത് ചീപ്പാ നിങ്ങൾ. ഇതൊക്കെ പറയുമ്പോ നിങ്ങളോട് തന്നെ പുച്ഛം തോന്നുന്നില്ലേ? ഞാൻ എന്തുമാത്രം ചീപ്പാണെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഈ മോഷണം നടത്തി സ്വർണം ബാഗിൽ കൊണ്ട് വച്ചത് നീയാണെന്ന് നിന്റെ അമ്മയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പിന്നെ ഇവരോടൊപ്പം നീയും അകത്താ. ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാ IAS എന്ന് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് നീ നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ എടുത്തങ്ങ് പരണത്ത് വെച്ചാ മതി. പോലീസ് വെരിഫിക്കേഷൻ വരുമ്പോ ഇതേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ റിപ്പോർട്ട് കൊടുക്കും, നീ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന്. പിന്നെ 10ന്റെ പൈസക്ക് ഗുണമില്ലാത്തതേ ഇവനെയും കൂട്ടി നീ ഒരു കൈക്കുഞ്ഞുമായിട്ട് തെരുവിൽ പോയി പിച്ചെടുക്കൂടി. പറയുന്നു കേക്ക് വിട്. പറയുന്നു കേക്ക് വിഷ്ണുട്ടാ. അയ്യോ, അയാളെ തിരിച്ചടിച്ച് വിഷ്ണുവേട്ടനും കൂടി ലോക്കപ്പിൽ ചെന്ന് കിടക്ക്. ആരെന്റെ വീട്ടിൽ കൊണ്ട് കിടത്തിയിട്ടുണ്ട് ഒരു കൈക്കുഞ്ഞിന്. അതുമായി ഇയാള് പറഞ്ഞതുപോലെ ഞാൻ തെരുവിൽ പോയി പിച്ചെടുക്കണോ? അതാണോ വിഷ്ണുവേട്ടനെ കാണേണ്ടത്? അതാണെങ്കിൽ ചെന്ന് തല്ലി തീർക്ക്. അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആവുമല്ലോ. തിരിച്ചല്ലണോ നിനക്കെന്നെ? തല്ലണ്ടേന്ന്. തല്ലിക്കോടാ, ഞാനിവിടെ റെഡിയായിട്ട് നിൽക്കുക. സാറേ, കൂടുതൽ ഷോ ഒന്നും വേണ്ട.
സ്റ്റേഷനിൽ വരുന്ന ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് ചട്ടമുണ്ട്. അത് തെറ്റിച്ചിട്ട് വീണ്ടും ഒരു സസ്പെൻഷൻ വാങ്ങി കൂട്ടണ്ട. ഹോ യൂണിഫോമിലുള്ള ഒരു പോലീസ് ഓഫീസറെ കൈവച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് ഭർത്താവിനൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അതറിയാവുന്നതുകൊണ്ട് മാത്രമാണ് സർ നിങ്ങൾ ചെയ്തത് നീതിയല്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ എന്റെ ഭർത്താവിനെ തടഞ്ഞത്. ഈ തൊപ്പിയുടെയും യൂണിഫോമിന്റെയും അലങ്കാരങ്ങളില്ലാതെ ഇനി സർ വിഷ്ണുവേട്ടന്റെ മുന്നിൽ വന്ന് പെടരുതെന്ന് ഈ നിമിഷം മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക ഞാൻ. സാറിന് വേണ്ടിയല്ല, എന്റെ വിഷ്ണുവേട്ടൻ ഒരു കൊലക്കേസ് പ്രതി ആവാതിരിക്കാൻ. എന്നാ പിന്നെ ഇനി ഇവിടെ നിന്ന് മെനക്കെടണമെന്നില്ല. വന്നത് ഇവരെ ഇറക്കിക്കൊണ്ട് പോകാനാണെങ്കിൽ സഹദേവന് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. ഒരിക്കൽ ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റേഷനെ ഞാൻ ഭരിക്കുന്നുള്ളൂ എന്ന്. നാട് ഭരിക്കുന്നത് സത്യഭാമയാന്ന്. പടമിപ്പോ ഇന്റർവെല്ലും കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് എത്തി. ഈ റീഎൻട്രിയില് സ്റ്റേഷനും നാട് ഒന്നിച്ച് ഭരിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടാ. നീയില്ലാതെ സത്യഭാമയ്ക്ക് പിന്നെ എന്താടാ ബലം? ചുറ്റും നടക്കാൻ പരിവാരങ്ങളും കേസിപ്പെട്ട് ഇറക്കിക്കൊണ്ടു പോവാൻ സത്യഭാമയുടെ സ്വാധീനം ഇല്ലെങ്കിൽ നിനക്ക് പിന്നെ എന്താടാ വില? ഒരു മൂന്നാം കട ഗുണ്ടേരെ പിച്ചാത്തിപ്പിടി തീരാനേ ഉള്ളു നീ. വേണ്ടി വന്ന അത് ഞാനങ്ങ് ഏർപ്പാട് ചെയ്യും. ഇനി പുറത്തു വെച്ച സഹദേവനെ യൂണിഫോം ഇല്ലാതെ കാണുമ്പോ അതും കൂടി ഓർത്തു വച്ചേക്കാൻ പറ നിന്റെ ഭർത്താവിനോട്. ഓ ഞങ്ങൾ ഇറങ്ങുക. ഈ നിൽക്കുന്ന സാറിന്റെ പോക്കറ്റിൽ മാത്രം മടക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതി അല്ലല്ലോ ജാമ്യം. അത് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ പിന്നെ ഇവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരനോ പോലീസുകാരിയോ അമ്മയെ ഉപദ്രവിക്കുമെന്ന് ഒരു പേടി വേണ്ട. അതിന് മുതിർന്ന ഇപ്പോഴിട്ടിരിക്കുന്ന ഈ യൂണിഫോം പിന്നെ അവര് സ്വപ്നത്തിൽ മാത്രമേ കാണൂ. വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മുതൽ സുപ്രീം കോടതി വരെ അങ്ങ് പോകും ശാലിനി. ഓ വകുപ്പും ചട്ടമൊക്കെ ശാലിനിക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. കേട്ടല്ലോ സഹദേവൻ സാറേ. വിഷ്ണുട്ടാ വാ. മറക്കില്ല സഹദേവ. ഓ പോടാ. ഈ മകള് വകുപ്പും ചട്ടമൊക്കെ പറയുന്ന കേട്ടല്ലോ. അപ്പോ കാര്യങ്ങൾ ചട്ടപ്രകാരം തന്നെ അങ്ങ് നടക്കട്ടെ. ഇനി ഈ സെല്ലിന്ന് ഇറങ്ങിട്ടെ വീട്ടിൽ പോവാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ശാരദാമേ. ഇവിടുന്ന് നേരെ വനിതാ ജയിലിലേക്ക്. ഒരുങ്ങിയിരുന്നു. എന്താടോ മിനിസ്റ്റർ എത്തി.